Hello friends, welcome to Meal Tonight. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ പ്രോൺസ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ സോയ സോസ്, ഇത് ഡാർക്ക് സോയ സോസാണ്. കുറച്ച് മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പ്രോൺസ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വാല് ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാലോടുകൂടി ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടും, കാരണം സോയ സോസിലും ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് സോയ സോസ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് അത് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ആ സെയിം ഓയിലിൽ തന്നെ സെയിം പാനിൽ നമ്മൾ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഈ ചെമ്മീൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഈ സവാള നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. സവാള നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കിട്ടിയാൽ മതി. ഇതേപോലെ നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രോൺസ് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്റ്റാർട്ടറാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.